നമസ്കാരം. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങൾക്ക് മെൻ്റലി സ്ട്രോങ് ആകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിന് സഹായിക്കുന്ന 3 ടിപ്സുകളാണ് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഈ 3 ടിപ്സുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് തരം പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നാലോ, നിങ്ങളുടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ആരോഗ്യ സംബന്ധമായിട്ടോ എന്ത് തരം പ്രതിസന്ധികൾ വന്നാലും ഇതൊന്നും നിങ്ങളുടെ മനസ്സിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഒരു പാറ പോലെ നിങ്ങളുടെ മനസ്സിനെ ഉറച്ചു നിർത്തുവാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും ഈ 3 ടിപ്സുകൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ ഭയമോ വിഷമങ്ങളോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നിരന്തരം വിഷമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മെൻ്റലി ഡള്ളാവും. അങ്ങനെ മെൻ്റലി ഡള്ളാകുന്ന സമയത്ത് നിങ്ങളുടെ എനർജി കുറയുകയും അമിതമായിട്ടുള്ള ക്ഷീണവും ഉണ്ടാവുകയും ഉറക്കക്കുറവും വിശപ്പില്ലായ്മയും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കതിനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ബ്രീത്തിങ് എക്സസൈസുകൾ അഥവാ പ്രാണായാമ. ഈ ബ്രീത്തിങ് എക്സസൈസുകളും പ്രാണായാമവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയുന്നതാണ്. സോ ഒരുപാട് തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ ചാനലിൽ തന്നെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബ്രീത്തിങ് എക്സസൈസുകൾ കാണാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉജ്ജയി പ്രാണായാമ, നാഡീശോധന പ്രാണായാമ, ഷൺമുഖി മുദ്ര തുടങ്ങിയിട്ടുള്ള എക്സസൈസുകളും ഒപ്പം ഗായത്രി മന്ത്ര മെഡിറ്റേഷൻസും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ എക്സസൈസുകൾ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻ്റലി സ്ട്രോങ് ആകുവാനും ഒപ്പം നിങ്ങളുടെ മെൻ്റൽ കപ്പാസിറ്റിയോ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയോ തളർത്തുന്ന രീതിയിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കോൾഡ് തെറാപ്പി എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. കാരണം നമ്മൾ മെൻ്റലി ഡള്ളാവുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്തോ ഒക്കെ എല്ലാം നമ്മൾ ആകെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുവാനും വയറിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവാനും പാനിക് ആകാനും സമ്മർദ്ദങ്ങളാകാനും ആകെ മൊത്തം കുഴയുന്നൊരവസ്ഥ വരും. ഈ ഒരു അവസ്ഥയെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാനും ഒപ്പം ഈ ഒരു സമയത്ത് അമിതമായിട്ടുള്ള ചിന്തകൾ വന്ന് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. കാരണം അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ പെരുമാറ്റങ്ങളെയും ഒക്കെ എല്ലാം ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൂളാവാനായിട്ട് കോൾഡ് തെറാപ്പി ടെക്നിക്കുകൾ ഫലപ്രദമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് 30 സെക്കൻഡ് നേരം നിങ്ങൾ മുഖം കഴുകുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ മുഖവും കൈയും തണുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിനകത്തുള്ള തീയെ നമുക്ക് വെള്ളമൊഴിച്ച് അതിനെ കെടുത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള സമ്മർദ്ദങ്ങളെയും പേടികളെയും അസ്വസ്ഥതകളെയും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തരണം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മൂന്നാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെക്നിക്കാണ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെറ്റ് പോലെയാണ്. ഇപ്പോൾ നമ്മളൊരു കിച്ചൺ സെറ്റ്, അതുപോലെ തന്നെ നമുക്ക് തിയേറ്ററിലാണെങ്കിൽ നമുക്ക് സർജറിക്ക് വേണ്ടി ഒരു കിറ്റ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ മൈൻഡ് എപ്പോഴും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഈ സെറ്റിൽ നിന്ന് പലപ്പോഴും നമുക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കില്ല. പ്രധാനമായിട്ടും സൈക്കോളജിക്കലി 2 തരം മൈൻഡ് സെറ്റുകളാണുള്ളത്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും രണ്ടാമത്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ശ്രമിച്ചാലും പരാജയപ്പെട്ട് തന്നെയാണ് പോകുന്നത്, ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല, ഞാൻ വിചാരിച്ചാലൊന്നും ശരിയാവില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ ആരും വില നൽകുന്നില്ല, ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ട് പോലും ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല, എനിക്കെപ്പോഴും പരാജയം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറേ മുൻവിധിയോട് കൂടി ഉള്ള ഒരു ധാരണകളാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഇതാണ് എപ്പോഴും നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ അതിനെ ശ്രമിക്കും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്യും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കും, എനിക്ക് എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, ആ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഒരിക്കലും എൻ്റെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കില്ല,
വിജയിക്കുന്നത് വരെ ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിന് ആവശ്യം. സോ നിങ്ങളുടെ മൈൻഡിനകത്തുള്ള ഈ ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുകളെ നിങ്ങൾ ട്യൂൺ ചെയ്യുകയോ ഓൾട്ടർ ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുകയാണ് വേണ്ടത്. ഒരു ചെടി കരിഞ്ഞു പോയെങ്കിൽ വീണ്ടും വെള്ളമൊഴിച്ച് വളമിട്ട് അതിനെ പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ വളർത്തി വലുതാക്കുന്നതും അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കരിഞ്ഞു പോയ മനസ്സിനെയോ തളർന്നു പോയ മനസ്സിനെയോ ഒരു സൈക്കോതെറാപ്പികളോ ഫിസിയോതെറാപ്പിയോ പോലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ തളർന്നു പോയി കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നു, ശരീരം തളരുമ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന പോലെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്കോതെറാപ്പികൾ ചെയ്യാം. ഈ സൈക്കോതെറാപ്പിയിലൂടെ നിങ്ങളുടെ ഫിക്സഡ് ആയി പോയ മൈൻഡ് സെറ്റിനെ നമുക്ക് ഗ്രോത്ത് ആക്കി മാറ്റുവാനും കഴിയുന്നതാണ്. സോ ഈ പറയുന്ന രീതിയിൽ നമുക്ക് 3 കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ നമുക്ക് മാറ്റിയെടുക്കുവാനും അതിലൂടെ മെൻ്റലി സ്ട്രോങ് ആകുവാനും നമുക്ക് കഴിയുന്നതാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.